ആഗോള അയ്യപ്പ സംഗമത്തോടുള്ള നിലപാടിൽ UDF-ൽ ഭിന്നത. സംഗമത്തോടുള്ള എതിർപ്പ് കോൺഗ്രസ് തുടരുമ്പോൾ നല്ല കാര്യം സർക്കാർ ചെയ്താൽ പിന്തുണയ്ക്കുമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചത്. മുന്നണിയിലെ തർക്കത്തിനിടെ നാളെ അടിയന്തര UDF യോഗം ചേരും. അതിനിടെ അയ്യപ്പ സംഗമം രാഷ്ട്രീയത്തിനതീതമായ വിശ്വാസ സംഗമമായിരിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ BJP എതിർപ്പ് ശക്തമാക്കിയപ്പോൾ സർവത്ര ആശയക്കുഴപ്പത്തിലാണ് UDF. സംഗമത്തിന് പിന്തുണയുമായി മുസ്ലിം ലീഗ് രംഗത്തുവന്നത് കോൺഗ്രസിനെ വെട്ടിലാക്കി. നല്ല കാര്യം ആണെങ്കിൽ ഗവൺമെന്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിലും സംഗമത്തെ എതിർക്കുന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടെന്നാണ് സൂചന. തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് K. മുരളീധരൻ പറഞ്ഞപ്പോൾ നിലപാട് പിന്നീട് പറയാമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. മുന്നണിയിലെ പാർട്ടികൾ തന്നെ രണ്ട് തട്ടിലായതോടെ ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ ഏക നിലപാടിലേക്കെത്താൻ നാളെ അടിയന്തര UDF യോഗം വിളിച്ചു. സംഗമത്തോടുള്ള എതിർപ്പ് BJP ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. അതേസമയം വിവാദങ്ങൾക്കിടെ ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേർന്നു. രാഷ്ട്രീയത്തിന് അതീതമായ സംഗമമായിരിക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഉറപ്പ്. ശബരിമലയിൽ യുവതീ പ്രവേശന കാര്യത്തിൽ സർക്കാരും ദേവസ്വം ബോർഡും നിലപാട് തിരുത്തണമെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സംഘം ആവശ്യപ്പെട്ടു. പുതിയ അഫിഡാവിറ്റ് കൊടുത്ത് ഭക്തജന സമൂഹത്തിന് വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കണമെന്നാണ് പന്തളത്ത് കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.